ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്, ഇപ്പോൾ നിലവിൽ LBSൻ്റെ കറക്ഷൻ ടൈം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ക്ലിയർഡ് ആണെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ എറേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാണുന്ന സർട്ടിഫിക്കറ്റ്. അപ്പോൾ പലപ്പോഴും ഒന്നെങ്കിൽ അത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞതോ അല്ലെങ്കിൽ അത് ക്ലിയർ അല്ല, നിങ്ങളുടെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്തോ, അങ്ങനെയൊക്കെയാണ് ഇഷ്യൂ. അപ്പം ഈ ഒരു കറക്ഷൻ ടൈമിൽ തന്ന ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു കറക്ഷൻ പീരീഡിൻ്റെ അപ്ഡേഷൻ, ഇപ്പോൾ മാർക്ക് അപ്ലോഡ് ചെയ്തത് ഓരോ മൈന്യൂട്ട് മാർക്ക് ഒരു പോയിൻ്റ് പോലും ഭയങ്കര വാലിഡാണ്. അതിനനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് പ്രൊവിഷൻ റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ മാർക്കിനനുസൃതമായ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പ്രൊവിഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് EWS കാറ്റഗറി ആയിട്ട് റിസർവേഷൻ, അതായത് LBSൻ്റെ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞ മാനദണ്ഡത്തിലുള്ള രീതിയിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് നമ്മുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ വൺസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. നമ്മൾ LBS മുഖേന അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പേപ്പേഴ്സ് എല്ലാം കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ NOC, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന് ഒറിജിനൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. കാര്യം നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിന് വൺസ് അവർ വെരിഫിക്കേഷൻ, നിങ്ങളുടെ അലോട്ട്മെൻറ്റിലേക്ക് വന്ന് വെരിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ നഷ്ടപ്പെടുത്തുവാനോ പാടില്ല. അതിലുപരി സൂക്ഷിക്കണം. കൊടുക്കുന്ന എൻ്റെ ഡീറ്റെയിൽസ് സബ്മിഷന് ശേഷം മുമ്പായിട്ട് തന്നെ എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് വെക്കണം. അതിന് ഒരു രീതി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ചിലപ്പോൾ എറർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ LBSൻ്റെ സബ് സെൻറ്റേഴ്സിലോ LBSൻ്റെ ട്രിവാൻഡ്രത്തെ സെൻറ്ററിലേക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റുകളും അവർ വന്ന് ഷെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ച് അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ അവർ ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ടായിരിക്കും അത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഡിസേബിൾ അവരെ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള അവർ മെഡിക്കൽ ചെക്കപ്പും കൂടി നോക്കിയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിനെ കുറിച്ച് എടുത്ത് പറയുവാണെങ്കിൽ, ഈ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവർ നിലവിൽ പറഞ്ഞിരിക്കുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റെക്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ 2-7 ജൂലൈ ഒരു പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് 8-ാം തീയതി 10-ാം തീയതി വരെ എന്നുള്ള രീതിയിൽ. അപ്പം പ്രധാനമായിട്ടും നമ്മളിത് കറക്റ്റ് ഡേറ്റ് തന്നെ വരുമോ എന്നുള്ളത് ഡിപ്പെൻസ്. കഴിഞ്ഞ വട്ടമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് പോയിരുന്നത്. അപ്പോൾ INCയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നേരത്തെ തന്നെ നഴ്സിംഗ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈമിൽ നമുക്ക് നേഴ്സിംഗ് പാരാമെഡിക്കൽ അപ്ലൈ ചെയ്താൽ നഴ്സിംഗിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി പെട്ടെന്ന് വരാറുണ്ട്. പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജ് പ്രിഫറൻസ് വെച്ച് നമുക്ക് വെക്കുന്നതാണ്. അപ്പോൾ കോളേജ് പ്രിഫറൻസ് വെക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മദേഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ മാത്രം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് മാത്രമായിട്ട് ചെയ്യുക. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അത് കേരളത്തിന് പുറത്ത് അഡ്മിഷൻ പ്രോസസ്സ് നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് കാര്യം ശ്രദ്ധിക്കേണ്ട കുറേ മാനദണ്ഡങ്ങൾ നമ്മൾ ഗൈഡ് ലൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കോമൺ ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ വീഡിയോസിൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടത്തുവാണെങ്കിൽ തന്നെ അത് 17. ട്രയൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയയാണ് നമുക്ക് തരുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമ്മുടെ പേര് വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഫീസ് അടച്ച് നമ്മൾ വൺസ് പ്രോസസ്സ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പേര് വന്നില്ലെങ്കിൽ വരുന്ന അലോട്ട്മെൻറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ അലോട്ട്മെൻറ്റ്സ്, മെയിൻ അലോട്ട്മെൻറ്റ്സ് 3 അലോട്ട്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. പിന്നെ ഈ 3 അലോട്ട്മെൻറ്റ്സിന് ജോയിൻ ആയതിന് ശേഷം മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ റിസർവേഷനുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രോസ് ചെക്ക് ചെയ്യണം. പ്രോസ്പെക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു കറക്ഷൻ പീരീഡിൽ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സ് അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതിനൊരു ക്ലാരിറ്റിക്ക് പിന്നെ സംശയമാണെങ്കിൽ നിങ്ങൾ LBSൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ട്രിവാൻഡ്രത്താണല്ലോ LBS സബ് സെൻറ്റേഴ്സ് നമ്പേഴ്സൊക്കെ പ്രോസ്പെക്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പർട്ടിക്കുലർ കാസ്റ്റ് അത് ഇതിനോടനുബന്ധമായ സർട്ടിഫിക്കറ്റ് ആരിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ട്. അതിനോടനുബന്ധമായ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ മെറിറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ കാറ്റഗറി റിസർവേഷനിലേക്ക് പോകും കറക്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യം ബേസിസിലാണെങ്കിൽ.
അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാറ്റഗറി റിസർവേഷൻ ബേസ് ചെയ്ത് നമുക്ക് വരുവാണെങ്കിൽ ഒത്തിരി ഗുണമുണ്ട്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഇതാണ്. പിന്നെ LBS വഴി വരുന്നത് മെറിറ്റ് കോട്ട സീറ്റ്സ് ആണ് വരുന്നത്. ഇപ്പം സാധാ പ്രൈവറ്റ് കോളേജസിലാണെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലാണ്. പക്ഷേ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഫീസ് കുറവ്. അല്ലാതെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് വഴി LBS മുഖേന അപ്ലൈ ചെയ്താലും മറ്റുള്ള PNC-MAC പോലുള്ള അസോസിയേഷൻസ് വഴി അപ്ലൈ ചെയ്താലും ഫീസിൽ വലിയ വ്യത്യാസം വരുന്നില്ല. വളരെ ഒരു സംശയമാണ് ഫീസിൻ്റെ ഒരു കാര്യത്തിൽ. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ അനുസൃതമായി ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യും. കറക്റ്റായിട്ട് വീഡിയോ ഫോളോ ചെയ്യുക. നഴ്സിംഗ് ബേസിലുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ വരും. ഇഷ്ടംപോലെ പഠന സംബന്ധമായിട്ടൊക്കെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് പ്രീവിയസ് വീഡിയോ എടുത്ത് ചെക്ക് ചെയ്യാം. ഓക്കെ.